അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ആരെങ്കിലും എൻ്റെ ചര്യയെ പിൻപറ്റിക്കഴിഞ്ഞാൽ, എൻ്റെ സമുദായം കുഴപ്പത്തിലാകുന്ന സമയത്ത് എൻ്റെ ചര്യയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ, എൻ്റെ സുന്നത്തിനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 ഷഹീദിൻ്റെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി തങ്ങളുടെ മുഅദ്ദിനായിരുന്ന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച സ്വഹാബിവര്യനാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ബിലാലെ, നിങ്ങളുടെ കാൽപാദങ്ങളുടെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ വെച്ച് കേൾക്കാൻ ഇടയായി. ഇതിനുള്ള കാരണം എന്താണ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ എപ്പോൾ വുളൂ ചെയ്താലും ഞാൻ വുളൂഇൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അപ്പോൾ തന്നെ നിർവഹിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമെന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറയുകയുണ്ടായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഫർളുകൾ നാം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ ഫർളുകളിലെ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നികത്താനുള്ള മാർഗമാണ് സുന്നത്തായ കാര്യങ്ങൾ, സുന്നത്തായ അമലുകൾ. സുന്നത്തായ അമലുകളെ ഞാനും നിങ്ങളും വർദ്ധിപ്പിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.